ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് കിച്ചൺ വ്ളോഗൊന്നുമില്ല, വ്ളോഗായിട്ടൊന്നും ചെയ്യണില്ല. അപ്പം ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. എന്താ വെച്ചാൽ കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണം, പിന്നെ അതേപോലെ വാട്സപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് കഴിയണില്ല. ഒന്നാമത് എല്ലാം കൂടി നമ്മളെ മിന്നുവിനെ കൊണ്ടുനടക്കലും ഒക്കെ പാടായപ്പോഴേ കഴിയണില്ല, ടൈം കിട്ടണില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, മിന്നുവിന് എന്തായി കാല് റെഡിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത കുട്ടീൻ്റെ കാലിങ്ങനെ ആവുമ്പോഴേ എവിടെയെങ്കിലും വീണുക്കൊക്കെയാണെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ പൊട്ടലോ എന്തെങ്കിലും ചതവൊക്കെയാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കണ്ണിൽ. ഡോക്ടർ ചോദിച്ചപ്പോൾ പിന്നെ പനി എന്തെങ്കിലുമൊക്കെ വരുന്നത് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പനിയൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നിപ്പം എല്ലാം ഇങ്ങനെ പിച്ച വെച്ചൊക്കെ നടക്കൽ തുടങ്ങുന്നുണ്ട് കേട്ടോ കുട്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആയുർവേദമൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കി കേട്ടോ. അപ്പോൾ ഡോക്ടർ അതാ പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല, ചതവായിരിക്കും, എക്സ്റേയിൽ പറഞ്ഞ പോലെ എവിടെയെങ്കിലും തട്ടിയിരിക്കും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഈ നിലത്തിരിക്കണോണ്ടേ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആണോ അറിയില്ലായിരുന്നു ഡോക്ടർ, നമ്മളെ ആയുർവേദ ഡോക്ടറിലടാ. അപ്പോൾ അതൊക്കെ കൊയമ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഏട്ടത്തി വന്നപ്പോഴും പറഞ്ഞിരുന്നു ഇങ്ങനെ. അപ്പോൾ ഞങ്ങളൊന്ന് കൊണ്ടുപോയിക്കാണ്ടേ ഒന്ന് കാണിച്ചു കൊടുന്നു കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ എല്ലാ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒന്നും മരുന്നൊന്നും തന്നിട്ടില്ല, പാരസെറ്റാമോൾ മാത്രമേ തന്നിട്ടുള്ളൂ കുട്ടിക്ക് വേദനയ്ക്ക്. അപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് വേദനയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ അല്ലേ. ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നമുക്കൊരു പേടിയല്ലേ, കുഞ്ഞല്ലേ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ എന്താന്ന് കുട്ടി വലിയോലാണെങ്കിൽ നമ്മൾ പറയില്ലേ, കാല് കൊയ്യാണ് അല്ലെങ്കിൽ തരിപ്പാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും. ഇനി വീണതെന്നല്ല, നമ്മളെ കാലിന് എന്തെങ്കിലും ബലക്കുറവുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അതൊന്നും പറയാനായിട്ടില്ലല്ലോ, ഒരു വയസ്സായ കുട്ടിയല്ലേ. അപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ടും കുട്ടി ഇങ്ങനെ വല്ലാതെ നടക്കണമെന്നില്ല. ഒന്നാമൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ കാണാതെ എവിടെയെങ്കിലും വീണിക്കണമെങ്കിൽ ചതവ് പറ്റിയതാണെങ്കിൽ കുട്ടികൾക്ക് പേടി ഉണ്ടാവും. അവൾ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ വെയിറ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ, ഒരു പേടി. അപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞു, എല്ലിൻ്റെ ഉള്ളിൽ പഴുപ്പ് കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് പനി വരും, അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരണം, രാത്രിയാണെങ്കിലും ഒന്നും നോക്കി നിൽക്കരുതെന്ന് നമ്മളെ ഹാരിസ് ഡോക്ടർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടുമില്ല. നമ്മൾ കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ. ഒന്നാമത് എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. കാക്കു അറിയും ഇനിയൊന്നും ഉണ്ടാകുന്ന എൻ്റെ തലവേദന ഉണ്ടാക്കൽ, അതിന് ചതവാരോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കാലെവിടെയെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടല്ലോ, ചതവിന് നല്ല വേദന ഉണ്ടാവുമെന്ന്. അപ്പോൾ ഒരു പുളിപ്പ് വേദനയൊക്കെ ഉണ്ടാവും ഇങ്ങനെ കാല് ചവിട്ടുമ്പോഴേ. പിന്നെ അന്ന് എക്സ്റേ എടുക്കണ നേരത്ത് കാക്കു കാല് നന്നായിട്ട് വലിച്ചു പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ നേരത്ത് വലിച്ചു പിടിച്ചപ്പോൾ നല്ല വേദനയുണ്ട്. അപ്പോൾ കരഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം കുട്ടി കരഞ്ഞേക്കണം കേട്ടോ. പിന്നെ കരഞ്ഞങ്ങോട്ട് ഉറങ്ങിയേക്കാണ്. അപ്പോൾ ഹാരിസ് ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു ചെയ്തു. ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പോഴും കരി തന്നെയാണ് കേട്ടോ, നല്ല കരച്ചില്ല. ഡോക്ടർ ചിരിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ ചതവായിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും. ഈ പാരസെറ്റാമോൾ കൊടുത്തു നോക്ക് കുട്ടികൾക്ക് വേദനയ്ക്ക്, അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പം ഇനി കൊടുക്കണ്ട. അങ്ങനെ പനി വരികയാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരിക, എല്ലിൻ്റെ ഉള്ളിൽ പഴുപ്പ് കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞു. അപ്പോൾ ഇതുവരെ പനിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടിക്ക് അങ്ങനെ വലിയ, ഞാൻ പറഞ്ഞില്ല, കുറച്ചൊരു പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നടക്കാനൊരു പേടി ഓൾക്ക്. എന്നാൽ അവരൊക്കെ നടപ്പിച്ചുമ്പോൾ മെല്ലെ മെല്ലെ നടന്നു നോക്കണുണ്ട്. അപ്പം ഇന്നലെ ഏട്ടത്തി വന്നിന് ഞാൻ പറഞ്ഞില്ലേ, നല്ല വ്ളോഗൊക്കെ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഓളും കൊണ്ട് പറയണ, ഈ ഒരു ആയുർവേദ ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്കിയേ, എന്തെങ്കിലും ഒരു തൈലേക്കിലും ഒന്ന് തേച്ച് നോക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിന്നൊരു ആയുർവേദ ഡോക്ടറെ അടുത്തൊക്കെ പോയി. അപ്പോൾ ലേസം തൈലൊക്കെ തന്നു. ഡോക്ടറും പറഞ്ഞു കേട്ടോ. ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ വാദത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കുട്ടിയല്ലേ ഇങ്ങനെ ഈ സിമെൻറ്റുമ്മൽ ഇങ്ങനെ താഴെ തറയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, അവൾ അടിഭാഗത്ത് ഇങ്ങനെ സിമെൻറ്റൊക്കെയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണോ സാറേ ചോദിച്ചു ഞാൻ കേട്ടോ വൈദ്യരോട്. നമ്മൾ പറയണമല്ലോ ഡോക്ടറോട്, ഡോക്ടറാണെങ്കിലും വൈദ്യരാണല്ലോ, നമ്മൾ കാര്യങ്ങൾ പറയണമല്ലോ. ഡോക്ടർമാരോടും വക്കീൽമാരോടും കള്ളം പറയാൻ പാടില്ല, അറിയില്ലടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിമെൻ്റാണ്. അപ്പോൾ അങ്ങനെ തറയിലിരുന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ നമുക്കൊരു പേടി. ഉമ്മമാരല്ലേ പല രീതിയിൽ. അപ്പോൾ കാക്കുഞ്ഞങ്ങ് തോണ്ടിട്ടോ, മുണ്ടല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ബേജാറാണല്ലേ. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ 2 കൂടി പ്രത്യേകിച്ച് പരക്കാൻ പോകാഞ്ഞിട്ടും ഓണിമന്ന് കയറിയിട്ടോ ഇങ്ങോട്ട് ഒരു സൂട്ട് കേസും ബക്കറ്റും പാട്ടൊക്കെ വെക്കും, അതൊക്കെ തട്ടി തറപ്പിച്ച് കയറണതാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരാളിങ്ങനെ ഇരുന്ന് കരയുക, ഒരാൾ ഓടി നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറല്ലേ. എനിക്ക് അന്ന് അന്തിക്കൊന്നും ഉറക്കനെ വന്നിട്ടില്ല കേട്ടോ. 2ാമത്തെ ദിവസം കുട്ടി നടക്കാതായപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷന്. പിന്നെ വേദനയൊന്നും കുട്ടിക്ക് ഇല്ലാവനേ. വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ഇനി വീണതാണെങ്കിലൊക്കെ കരുതാം.
പിന്നെ മുട്ടിന് ചതവുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് നടക്കാത്ത അറിയുമ്പോൾ മുട്ടുത്തുന്നുണ്ട് കുട്ടി അല്ലേടാ, മുട്ടുത്തുന്നുണ്ട് കുട്ടിയെ. അപ്പോൾ ആ വേദനയുള്ള കുട്ടി എങ്ങനെ മുട്ടുത്തുമോ? പിന്നെ അതുമല്ല ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇവരെ ട്രൗസറൊക്കെ ഇട്ടുകാണ്, ഞാൻ പറഞ്ഞില്ലേ പുറത്തിറപ്പിച്ചലുണ്ടെന്ന്. പുറത്തിറങ്ങുമ്പോൾ പൊന്നു നല്ല ഓട്ടമായിരിക്കും കേട്ടോ, ഇവളെ ആ ചളി കിടന്ന് ഇങ്ങനെ മുട്ടുത്തുക. അപ്പം എനിക്ക് ഭയങ്കര ഇടങ്ങേറ് ഇന്നലെ കണ്ടപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞു അതിനോട് കയറ്റി കാണി, മനുഷ്യന്മാർ കാണൂലേ കുട്ടി ഇങ്ങനെ നിലത്ത് കൂടെ അയഞ്ഞ് നടക്കണ കാരണം. അതിൽ പിന്നെ ഏതായാലും നോക്കിയില്ല കേട്ടോ, അന്നൊക്കെ അങ്ങനെ ഇന്ന് രാവിലെ കൊണ്ടുപോയിക്കാണ്ട് ഒന്നൊക്കെ കാണിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. വൈദ്യുതി ഒന്നും നന്നായിട്ടൊന്ന് ഉഴിഞ്ഞൊക്കെ ചെയ്തു കേട്ടോ. ഡോക്ടർ പറഞ്ഞു ഇനി എന്തെങ്കിലും വാദത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കാലിന് ബലക്കുറവൊക്കെ വരും. ഇനിയിപ്പോൾ അങ്ങനെ നൊലൊളിച്ചിട്ടൊന്നുമില്ല, അതിനെ കണ്ടിട്ട് നൊലൊളിച്ച, വൈദ്യരെ കണ്ടിട്ട് നൊലൊളിച്ച. ഓൾക്ക് പേടിയാണ്. വയസ്സായവരൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ മുടിയൊക്കെ നരച്ച കാണുമ്പോൾ ഞെറുക്കി പിടിച്ച. അപ്പോൾ അവരൊന്ന് നന്നായിട്ട് കോയമ്പക്കെട്ടൊക്കെ ഒന്ന് ഉഴിഞ്ഞു തന്നു കേട്ടോ. വൈദ്യര് പറഞ്ഞു കുട്ടികൾക്ക് ചിലപ്പോൾ ഈ കാൽസ്യം കമ്മിയും, ആ കാല് ചെറിയൊരു വളവുണ്ട് കേട്ടോ. ആരിസ് ഡോക്ടർ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിന്, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും പറഞ്ഞു. അപ്പോൾ കാൽസ്യം കമ്മി ഉണ്ടാവും, വൈദ്യരും പറഞ്ഞു കാൽസ്യം കമ്മി ഉണ്ടാവും. അപ്പോൾ ആ കാലിന് ബലം കിട്ടുന്നുണ്ടാവില്ല. പിന്നെ എന്താ തന്നെ ചെറിയ തണുപ്പും വേദന, ഒരു തണുപ്പുണ്ട് ആ കാലിന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അങ്ങനെ നമുക്കുണ്ടാവുമല്ലോ കാല് കുഴച്ചിലൊക്കെ, വയസ്സായവർക്കൊക്കെ അറിയാം, രാത്രി ആയൊരു കാല് കുഴച്ചിലും വേദനയൊക്കെ ഇവനൊക്കെ ഉണ്ടാലുണ്ട്. നമുക്ക് ഉണ്ടാവില്ലേ? എന്നിട്ട് കാട്ടില് ചൂടുവെള്ളം കുറെ നേരം ഒഴിഞ്ഞിരുന്നിട്ട് മെച്ചിക്കണ ഉറക്കം മുട്ടുമ്പോ അന്തിപ്പാതിരാക്ക് മെച്ചി ഏർപ്പാട് ചെയ്താൽ അപ്പൊ നിന്നെടുത്തോണ്ട് കാണ്ട് കാല് ഒഴിഞ്ഞു. അന്തിപ്പാതിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കാണ്ട് കാല് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പം അത് കാൽസ്യം കമ്മിയാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഇവന് കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞാണ്ട് വൈദ്യരെ കാൽസ്യത്തിൻ്റെ കമ്മിയായിരിക്കും പറഞ്ഞ്. അപ്പം എണ്ണയൊക്കെ തന്നു. എണ്ണയൊക്കെ നന്നായിട്ട് ഞാൻ തേച്ച് കാണ്ട് ഇന്നും വൈകുന്നേരമൊക്കെ ഒന്ന് തേച്ച് നല്ല ഒഴിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ നടക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും ഒരു ചെറിയൊരു പതുങ്ങൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഒരു പേടി പതുങ്ങലുണ്ടല്ലോ, നല്ല നടക്കുന്നുണ്ട് കേട്ടോ. ഓൾ അറിയാതെ നടക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷ വാർത്ത തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്തിരുന്നു, എനിക്കറിയാം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അറിയാം. എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കും, വാട്സപ്പ് ഇതൊക്കെ ചെയ്തിരുന്നു. എനിക്ക് റിപ്ലൈ തരാൻ കഴിയണില്ല. നമുക്ക് അതിനൊരു ഉത്തരം തരാൻ കഴിഞ്ഞെങ്കിലല്ലേ നമ്മൾ റിപ്ലൈ തരിക. എന്താ വെച്ചാൽ ഒന്നും പറയാനില്ലല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. വൈദ്യുതി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും കൊടുന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു അരിഷ്ടമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒന്നും പിച്ച് വെച്ച് നടന്നപ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോണ്ടേ, അപ്പം അതിനുള്ള മറുപടിയാണ് ഇന്ന് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. മൈൻഡ് ശരിയില്ല എൻ്റെ, അതുകൊണ്ടാണ് വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാൻ കേട്ടോ. നാളെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ റിതു എനിക്ക് ഇനി എന്തെങ്കിലും പറയാണ്ടോ? ലൈക്കുമ്പോൾ തൊടി അതിമോട് തൊട്ടോടി മടിയാണ് എല്ലാവർക്കും. വീഡിയോ ഇരുന്ന് കാണും, ലൈക്ക് തൊടാൻ മറക്കണം നിങ്ങൾ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യോണ്ടി. പുതുതായി ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.